ആയിരിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് സ്റ്റാൻഡ് അപ്പ് വിത്ത് ദി പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ലെറ്റ്സ് റീഡ് ഇറ്റ്. റെസ്പോൺസിബിൾ. ഞാൻ ആദ്യത്തെ വാക്യം വായിക്കും. ഒരു ഗാനം കർത്താവിന് വേണ്ടി പാടുന്നത് പോലെ നിങ്ങൾ പ്രതിഗാനമായി എടുത്ത വാക്യം വായിച്ച അവസാന വാക്യങ്ങള് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. Psalm 104. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നെല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. Psalm 104. Let's read responsibly and worship our Lord. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ അതിന്റെ ശ്വാസത്താൽ ഓടിപ്പോയി. അവൻ നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിര് ഇട്ടു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ബലത്താൽ തൃപ്തി വരുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരുഞ്ഞാറയ്ക്ക് സകലവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. ബാലസിംഹങ്ങളിലേക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു. സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രവും അവൻ അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയവയും വലിയവയുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഃഖന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പി. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയെ ഇളകാതെ വണ്ണം തന്റെ ബലമുള്ള മുന്നത്തിൽ താങ്ങുന്ന ദൈവത്തെ കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കാം. അവൻ സ്വന്തം ചെയ്യുന്നു. സംഘത്തിനുമായി സംസാരിപ്പാൻ അവൻ അവനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ എല്ലാവരും ദിവസമായിരിക്കാമല്ലോ. ഹല്ലേലൂയ.
the Lord. ദൈവത്തിന് മഹത്വം. So today we're going through Psalms 104. ഇന്ന് പകല് നാം 104 സങ്കീർത്തനത്തിൽ കൂടിയാണല്ലോ ചിന്തിക്കുന്നത്. In my Bible, it doesn't say who it's written from, but from looking at Psalms 103, it starts the same exact way. പ്രിയമുള്ളവരെ, ആരെഴുതിയെന്ന് ഞാൻ വായിക്കുന്ന ബൈബിളില് അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിട്ടില്ല ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച്. പക്ഷേ 103 സങ്കീർത്തനം വായിക്കുമ്പോൾ തുടങ്ങുന്ന തുടക്ക രീതി നാം കാണുമ്പോൾ അതും ഇതുമായിട്ട് നല്ല സാമ്യമുള്ളതുപോലെ തോന്നും. And Psalms 103 is written by David. അവിടെ 103 സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ തലക്കൊരികയിൽ എഴുതിയിട്ടുണ്ട് ദാവീദ് രാജാവ് എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനം. So today I want us to think a very simple thought and to look again at God. ഇന്ന് പകൽ ഈ നീണ്ട സങ്കീർത്തനമാണ് വായിച്ചതെങ്കിലും അതിൽ നിന്ന് ചെറിയ ചിന്ത പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want us to look without stress, Amen. without thinking about the bills, the deadlines, Amen. or anything that we have uncertainty about. ഇന്ന് പകൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ അല്പനേരത്തേക്ക് ഈ വലിയ സങ്കീർത്തനത്തിൽ ചെറിയ ചിന്ത ചിന്തിച്ച് കർത്താവിലേക്ക് നോക്കുമ്പോൾ ആ ഭാരങ്ങള് സ്വന്തം തലമുറയെ കുറിച്ചുള്ള ഭീതികള് ആരോഗ്യത്തെ കുറിച്ചുള്ള വേവലാതികള് ബില്ലുകളെ കുറിച്ചുള്ള സ്ട്രെസ്സുകള് എന്തൊക്കെ നിന്റെ ഹൃദയത്തെ കലക്കുന്നോ അതൊക്കെ ഒന്ന് അല്പം ഒന്ന് മാറ്റി വെച്ച് അവന്റെ പാദപീഠത്തിലോട്ട് വെച്ചിട്ട് അല്പനേരം അവന്റെ പൊന്നുമുഖത്തേക്ക് ഒന്ന് നോക്കാം. I want us to look through the lens of the creation, like seeing what everything God has created. ഇന്ന് പകല് പലതിനെ ചൊല്ലി ചിലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഓടുന്ന വിശ്വാസിയെ ആ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ കണ്ണാടിയിൽ കൂടി ആ ഭൂത കണ്ണാടിയിൽ കൂടി നമുക്കൊന്ന് നോക്കാം. ചില കാര്യങ്ങളെ ഒന്ന് തിരിച്ചറിയേണ്ടതിന് ഇന്ന് പകല് നീ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്ട്രെസ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് പകല് സൃഷ്ടിച്ച ദൈവത്തെ അവൻ എങ്ങനെ ഓരോ കാര്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളുടെയും വ്യവസ്ഥകൾ എങ്ങനെയാ പോകുന്നെന്ന് ഒന്ന് നോക്കിക്കാണാന് നമുക്ക് ആ ലെൻസിൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Psalms 104 is a worship song. പ്രിയമുള്ളവരെ, 104 സങ്കീർത്തനം ആരാധനയുടെ ഒരു സങ്കീർത്തനമാണ്. It lifts our eyes from the ground to the heavens and reminds us of one truth. ആമേൻ. ഈ സങ്കീർത്തനം താണഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്ന നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരു സങ്കീർത്തനമാണ്. കാരണം താണഭൂമിയിൽ പലതും ചിലതും നിന്നെ സ്ട്രെസ് ചെയ്യിക്കുമ്പോൾ കുഞ്ഞെ സ്ട്രെസ് എല്ലാം വിട്ടിട്ട് ഉയരത്തിലോട്ട് നോക്ക്. സകലത്തെയും പരിപാലിക്കുന്ന ദൈവത്തെയും സകലത്തെയും തന്റെ ബലമുള്ള ഭുജത്തിൽ സസ്റ്റെയിൻ ചെയ്യിക്കുന്ന ദൈവത്തെ കാണാൻ നിന്റെ ഉള്ളത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 104 സങ്കീർത്തനം. The truth that God is not just the creator of the world, He is the sustainer of everything in it. ഒരു കാര്യം ഈ സങ്കീർത്തനം പറയുന്നു, കുഞ്ഞെ ദൈവം സൃഷ്ടിപ്പിനെ മാത്രം ദൈവമല്ല. നിങ്ങളെല്ലാം പറയും ഞാൻ എന്റെ അമ്മയുടെ ഉത്തരവത്തിൽ കർത്താവിന്റെ കൈ എന്നെ നനഞ്ഞു. നിന്നെ ഉണ്ടാക്കുക മാത്രമല്ല, നിന്നെ ഓരോ നിമിഷവും ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സെക്കൻഡിൽ നീ എടുത്ത ശ്വാസം മുതൽ ചുടരവാസിയ അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്ന ശ്വാസം വരെ. അത് മാത്രമല്ല ആരെങ്കിലും ബാറ്ററി വെച്ചിട്ടാണോ നിങ്ങളുടെ ഹൃദയം ചലിക്കുന്നത്? ഉടനമനകതര ഓരോ സെക്കൻഡും നിന്റെ ഹൃദയം ഇടിക്കാൻ കൃപ തരുന്ന ഉടമനക സസ്റ്റെയിനർ ആയിട്ടുള്ള സകലത്തെയും പരിപാലിക്കുന്ന ദൈവം. ഒരു കാര്യം ഓർത്തോണം, ഇന്ന് പകൽ നീ ജോലി ചെയ്യുന്നത് കൊണ്ടോ നിന്റെ പരിപാലനം കൊണ്ടോ നീ ചെയ്തുകൊണ്ടോ പലപ്പോഴും ഞാൻ ചെയ്ത് നീ ഒരു ചുക്കും ചെയ്തില്ല. എന്റെ ദൈവം നിന്റെ ഹൃദയത്തെ ഓരോ ദിവസവും ഇടിപ്പിച്ചതുകൊണ്ട്, നിന്റെ ലങ്സിനെ ഓരോ ദിവസവും പമ്പ് ചെയ്യിപ്പിച്ചതുകൊണ്ട്, ഇന്ന് പകൽക്കാലം നിന്നെ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട്, നിന്റെ ജോലിയെല്ലാം നിന്നെ സസ്റ്റെയിൻ ചെയ്തു. ഇന്ന് പകൽ ജോലിയുടെ ഒക്കെ പുറകെ ശ്രദ്ധ വെച്ചോടുന്ന പരിപാടി നിർത്താൻ പരിശുദ്ധാത്മാവ് ഈ മനസ്സിൽ കൂടെ പറയുക. വളർച്ച വളർച്ച എങ്ങനെയാണ് നീ വിശ്വാസിയായി വളരുന്നത്? കേവലം ലോകമനുഷ്യനെ പോലെ ചിന്തിക്കാതെ you have to grow above the mediocre level of Christianity. നിന്റെ സാധാ ക്രിസ്തീയ ജീവിതത്തെക്കാൾ ഉപരി നീയും ഉയരണം. ദൈവം ഈ വർഷം ആഗ്രഹിക്കുന്നത് തന്റെ മക്കള് സാധാ ലോകമനുഷ്യനെ പോലെ ചിന്തിക്കുന്ന രീതി വിട്ടിട്ട് അതിനുപരി നീ റൈസ് അപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്ന ആ ദൈവത്തിലേക്ക് ഇന്ന് പകലാക്കണം ഉയർത്താം. David begins the chapter by saying, "Bless the Lord, O my soul. Amen. My Lord, my God, you are very great." ആ സങ്കീർത്തനം തുടങ്ങുന്നത് ശ്രദ്ധിക്കണേ, അത് ദാവീദായിട്ട് ഞാൻ ഉറച്ചോണ്ടങ്ങ് പറയുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്ന. പകൽ ആരാധനയ്ക്ക് വരുമ്പോൾ നീ നോക്കേണ്ടത് ആരെയാണ്? ദാവീദ് പറയുന്നു, ആ ദൈവത്തെ നീ ഒന്ന് നോക്കുക. This is a declaration from the depth of the person's soul.
അന്തരാത്മാവിൽ നിന്നുള്ളൊരു പാർച്ചിലാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം ഉപരിപ്ലവമായി വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പോകല്ലേ. അവൻ നീ ദൈവ പൈതലാന്ന് പറയുന്നെങ്കിൽ അവൻ നീ നിന്റെ അപ്പനെ കുറിച്ചുള്ള അറിവ്, നോളജ് നിനക്കുണ്ട്. ഗ്രോത്ത് എന്ന് പറയുന്നത് തലയോളം വളരുക, അവന്റെ പരിജ്ഞാനത്തിൽ വളരുക. പത്രോസ് പറയുമ്പോൾ അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും കൃപയിലും വളരുക. അപ്പോൾ വരുമ്പോൾ നിന്റെ അപ്പനെ ഒന്ന് കാണാൻ നിന്റെ കണ്ണു തുറക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ അവൻ നീ വലിയവൻ. പലപ്പോഴും പ്രശ്നങ്ങളെ വലുതാക്കി കണ്ടുകൊണ്ടാണ് നീ ആരാധനയ്ക്ക് വരുന്നത്. നീ ഇവിടെ വന്നിരിക്കുമ്പോൾ നിന്റെ കടമല്ല, തലമുറയുടെ പഴുത്തമൊന്നുമല്ല, അവൻ നിന്റെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധി ഒന്നുമല്ല, അവൻ തലമുറയുടെ രക്ഷയൊന്നുമല്ല. വലിയ കാര്യം, ഏറ്റവും വലിയവൻ ദൈവമാ. നിന്റെ പ്രശ്നങ്ങളെക്കാൾ, നിന്റെ പരാജയങ്ങളെക്കാൾ, നിന്റെ വിഷയങ്ങളെക്കാൾ വലിയ ദൈവത്തെ കാണാൻ പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇന്ന് പകൽക്കാലം ദൈവമക്കളായി നമ്മോട് പറഞ്ഞേ. കാരണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ഗ്രോത്ത് ആയതുകൊണ്ട്. So there's 8 points I want to talk about today. ഈ സങ്കീർത്തനത്തിൽ 8 പോയിന്റുകൾ നിങ്ങളോട് പെട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചതിനോടുകൂടെ ചരിക്കണം. The first point is God's majesty is beyond human measure. ഒരു കാര്യം അറിയണം, അവിടെ പറഞ്ഞിരിക്കുന്നു നീ തേജസ്സും മഹത്വവും ധരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവന്റെ മഹത്വം, അവന്റെ മാജസ്റ്റി നിന്റെ വൈൽഡസ്റ്റ് ഇമാജിനേഷനെക്കാളും വലിയതാ ദൈവത്തിന്റെ മഹത്വം. നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിവുള്ള അവന്റെ ശക്തി, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള അവന്റെ ശക്തി, നിനക്ക് വേണ്ടി വഴികളെ വെട്ടി തുറക്കാനുള്ള അവന്റെ ശക്തി, നിനക്ക് വേണ്ടി മലകളെ തകർക്കാനുള്ള അവന്റെ ശക്തി, നിനക്ക് വേണ്ടി ചെങ്കടകളെ പിളർക്കാനുള്ള അവന്റെ ശക്തി, അവൻ സ്വന്തം പേര് മടങ്ങ് തീച്ചുള്ള ശക്തിയായി കത്തുന്ന തീച്ചുള്ളയുടെ ശക്തി കടത്താനുള്ള അവന്റെ മജസ്റ്റി നിന്റെ ചിന്തകൾക്കും വൈൽഡസ്റ്റ് ഇമാജിനേഷനേക്കാളും ഉന്നതമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അതുകൊണ്ടെന്ന് പകൽക്കാലം നിന്റെ ദൈവത്തിന്റെ മാജസ്റ്റി, തേജസ്സിന്റെ മഹത്വത്തെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പരിശുദ്ധാത്മാവ് പറയുക. David says God is clothed with honor and majesty. He covers himself with light as with the garment. അവൻ ദാവീദ് പറയുക, അവൻ മഹത്വവും തേജസ്സും ധരിച്ചിട്ടുള്ള ഒരു ദൈവം. അവന്റെ ചുറ്റും വെളിച്ചമാ, അവന്റെ ചുറ്റും അവൻ മജസ്റ്റിയ മഹത്വമാ, അവന്റെ ചുറ്റും തേജസ്സ. അതിനെ ഇട്ടുകൊണ്ടാണ് ദൈവം നടക്കുന്നത്. ഈ ലോകത്തിലെ മറ്റു ദൈവങ്ങളെ പോലെയല്ല. വിഗ്രഹങ്ങൾ വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത വിഗ്രഹങ്ങളെ പോലെയല്ല. നീ സേവിക്കുന്ന ഇന്ന് പകൽ ആരാധിക്കാൻ വന്ന ദൈവമുണ്ടല്ലോ, അവൻ മഹത്വവും തേജസ്സും ഇട്ടിരിക്കുന്ന ദൈവമാണ്. This means that God does not need light, but light needs God. അതിന്റെ അർത്ഥം എന്താ നോക്കണം. അവൻ ദൈവത്തിന് വെളിച്ചം വേണ്ടെന്നേ, അവനാണ് വെളിച്ചം, അവൻ തന്നെയാ വെളിച്ചം. പക്ഷെ വെളിച്ചത്തിന് ദൈവം വേണം. അവൻ വെളിച്ചം പ്രകാശിക്കുന്ന ദൈവം വേണം. ഇന്ന് അനേകർ വെളിച്ചത്തിന് പുറകെ ഓടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം തന്നെ വെളിച്ചമായിരിക്കുമ്പോൾ വെളിച്ചം വേണമെങ്കിൽ, കാരണം ഇരുണ്ട ഭൂമിയില് അവൻ ദൈവമാ പറയുന്ന വെളിച്ചം ഉണ്ടാകട്ടെ. അവന് അറിയാതെ കയറി മെസ്സേജ് പറഞ്ഞു എനിക്ക് അറിയത്തില്ല. കാരണം അവൻ സിങ്ക് വരുമ്പോഴുണ്ടല്ലോ, അവൻ ഒരേ തലത്തിലാ മെസ്സേജാ ഒഴുകുന്നത്, എക്സാക്ട് ട്രാൻസ്ലേഷനെക്കാളും. ഇന്ന് പകൽക്കാലം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ മാത്രമാണ് നിങ്ങൾ ആ കേട്ടിട്ട് പിന്നെ ഈ പറയുന്ന പുള്ളി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. പക്ഷേ ദൂത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ അതേ അർത്ഥം വരുന്ന പരിഭാഷ എടുത്തുമ്പോൾ അടുത്ത് ഈ പ്രസംഗിക്കുന്ന ആൾക്കും ദൂത് കിട്ടും. നിങ്ങളും ശ്രദ്ധിപ്പാനിടയായി തീരും. ഓർത്തോണം, അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ വലിപ്പം, അവൻ സകലത്തെയും തന്റെ ബലമുള്ള കരത്തിൽ വഹിക്കുന്നവനായ ദൈവം. വെളിച്ചത്തിന് ദൈവത്തെ വേണം. അവൻ സ്വന്തം ദൈവത്തിന് വെളിച്ചം വേണ്ട, കാരണം അവൻ തന്നെയാണ് വെളിച്ചം. The scripture tells us in 1 Timothy 6:16 that God dwells in unapproachable light. പ്രിയമുള്ളവരെ, അവൻ തിമോത്തിയോസ് ലേഖനത്തില് 1 തിമോത്തിയോസ് 6:14 പറയുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. അടുത്തുകൂടാത്ത അവന്റെ പ്രഭാകിരണത്തിന്റെ തൊട്ടരികെ നീ എത്തിയാൽ നീ ചാമ്പലായി പോകും. എന്നെ കണ്ടിട്ട് ആർക്കും ജീവനോട് ഇരിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് മോശയോട് പറയുന്ന അവന്റെ ശബ്ദം നീ ഒന്ന് കേൾക്കണം. നിന്റെ ദൈവം തേജസ് ധരിച്ചവനാ, നിന്റെ ദൈവം വെളിച്ചം ധരിച്ചവനാ. Light is not something that God created and stepped away from. It is something He continuously wears. അവൻ സ്വന്തം, അവൻ വെളിച്ചം എന്ന് പറയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. തനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് മാത്രമല്ല, അവൻ എപ്പോഴും ധരിക്കുന്നു. അവനെ വെളിച്ചമാ. അവൻ ദൈവം വെളിച്ചമാകുന്നു യോഹന്നാൻ പറയുന്ന പോലെ. അവൻ വെളിച്ചമാ, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അവനെ വെളിച്ചമാ. അവന്റെ അടുക്കത്ത് നിന്നാൽ, കാരണം പുതിയ ആകാശം പുതിയ ഭൂമി വരുമ്പോൾ ഓർത്തോണം, അവിടെ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, അവിടെ ദൈവം തന്നെയാണ്, കുഞ്ഞാട് തന്നെയാണ് അതിന്റെ വിളക്ക്. ഇന്ന് പകൽക്കാലം ഓർത്തോണം, അവൻ സ്വന്തം ദൈവത്തിന് വെളിച്ചം സൃഷ്ടിക്കേണ്ട കാര്യമില്ല, അവനെ വെളിച്ചമാണ്. The heavens are described as something God stretches out like a curtain.
പ്രിയമുള്ളത് His task to us is effortless for him. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഹെവൻസ്, ആകാശങ്ങൾ അല്ലേ? ആകാശം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഈ കാണുന്ന ബ്ലൂ സ്കൈ എവിടെ വരെ ഉണ്ട്? അവൻ അതിന് അറുതിയില്ല. അതിന്റെ അർത്ഥം പ്രപഞ്ചം മുഴുവൻ, ഹോൾ യൂണിവേഴ്സ്. അവൻ ആ പ്രപഞ്ചത്തെ, സ്കൈയെ ഒരു പുതപ്പ് വിരിക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ദൈവം, വിരിക്കുന്ന ദൈവം. പുറത്തോണം നിന്റെ ദൈവത്തിന്റെ കഴിവ്. ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള അവൻ ഗാലക്സികളെല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മിൽക്കി വേ എന്ന് പറയുന്ന നമ്മൾ ഉൾപ്പെട്ട ഗാലക്സിയുടെ അവൻ സൗരയുധത്തിലെ അതിൽ ഒരു ഇതായിട്ട് സൗരയുധത്തിലെ തൊട്ടടുത്ത മാസി പോലെ ഇത്ര വലിയ ജ്ഞാനമുള്ള എത്തിയിട്ടില്ല. എന്റെ ദൈവത്തിന്റെ മഹത്വം കാണു കുഞ്ഞെ. നീ എന്ന് സ്ട്രെസ് അടിക്കാതെ വന്ന് എന്ന് ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് കരയാതെ നീ വളരെ ഹൂ ഈസ് യുവർ ഗാഡ്, നിന്റെ ദൈവം ആരാന്ന് നോക്ക്. അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും പുതപോലെ വിരിക്കുന്ന ഒരു ദൈവം. എത്രയോ കോടാനുകോടി സൗരയുധങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് വിരിക്കുന്ന ദൈവത്തിന് ഇന്ന് പകൽ ആരാധനയും. നിന്റെ പ്രശ്നം എന്താ? നീ ചെറുതിനെ കുറിച്ചല്ലേ സ്ട്രെസ് ചെയ്യുന്നത്? ഒന്നുമില്ലാത്ത സിമ്പിൾ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് വരുമ്പോൾ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിന്നെ ഗ്രോ ചെയ്യിക്കാൻ ഇടയാക്കണം. സാധാ കുഞ്ഞുങ്ങളെ പോലെ എല്ലാത്തിലും കരയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ടല്ല, നിന്റെ ദൈവത്തിന്റെ വെളിച്ചവും തേജസ്സും കണ്ടിട്ട് ആനന്ദിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് മാറുമെന്ന പരിശുദ്ധാത്മാവെന്ന പകൽക്കാലം ഈ സംഘത്തിൽ കൂടി നമ്മൾ പറയാം. നോക്ക്, അവൻ പ്രപഞ്ചത്തെ ഒരു പുതപ്പ് പോലെ ആകാശത്തെ അവൻ വിരിക്കുന്നു. When we struggle to trust God, it is often because our view of God is too small. എന്നാൽ ഈ പ്രപഞ്ചത്തെ വിരിച്ച ദൈവത്തെ വിശ്വസിക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും നമ്മുടെ ബുദ്ധിക്ക് അതിനുള്ള കഴിവില്ല. എന്നിട്ട് നമ്മൾ ആകപ്പാടെ വെറുതെ സ്ട്രെസ് അടിക്കുക. എന്തുവാ? ചെറിയ ഉള്ളി തൊലിച്ച പോലൊരു വിഷയത്തിന് വേണ്ടി ആവശ്യമില്ലാതെ സ്ട്രെസ് അടിക്കുകയും വഴക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ രോഗങ്ങൾക്ക് പരിഹാരമാ, ഇന്ന് പകൽ നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഏത് പ്രോബ്ലത്തിനും പരിഹാരമായി ഇന്നിപ്പോ വരുന്ന വചനം നീ ശ്രദ്ധ വെച്ച് കേട്ട് ഗ്രഹിക്കാൻ, പഠിക്കാൻ മനസ്സ് വെച്ചാൽ സ്റ്റഡീസ് വിഷയമല്ല, ആരോഗ്യ വിഷയമല്ല, പ്രായം വിഷയമല്ല, നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിഷയമല്ല, നിന്റെ തലമുറകളുടെ വിഷയമല്ല. നീ നോക്ക്, പ്രപഞ്ചത്തെ അവൻ പ്രപഞ്ചത്തെ വിരിച്ച് അവൻ ഇന്ന മനുഷ്യന്റെ ഒക്കെ നാസായുടെ ഒക്കെ പുകഴ്ച, ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. എന്തോന്നെത്തിച്ചു? സൂര്യന്റെ അടുത്ത് വരെ പ്രോബ് എത്തിച്ചു. എടാ കുഞ്ഞെ, എത്രയോ കോടാനുകൂടി സൗരയുധങ്ങൾ കിടക്കുന്നു. ഈ ദൈവത്തിന് അടുക്കല മനുഷ്യൻ എത്തിച്ചാടി ഞാൻ ആരാ വെളുപ്പം നിന്റെ വലിപ്പം എന്ന് പകർക്കാൻ ആരാധിക്കുന്ന ദൈവജനമേ, ഹൂ ഈസ് യുവർ ഗോഡ്? നിന്റെ ദൈവം ആരാണെന്ന് അറിയ. നിന്റെ പ്രശ്നങ്ങൾക്ക് മേലെ അത് വരുമ്പോ നിന്റെ ദൈവം നീ കത്തിക്കൊണ്ടിരിക്കണം. താവേ, ഇത്ര വലിയ ദൈവത്തെയാണോ സേവിപ്പാൻ ഞാൻ വന്നിരിക്കുന്നത്? ഇസ് ദിസ് ഗാഡ് ഐ ആം സേവിംഗ്? അപ്പോൾ നീ പാടുമ്പോൾ, കൈകടിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, ആരാധിക്ക് വരുമ്പോൾ നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. A small view of God produces fear, but a big view of God produces worship. ശ്രദ്ധിക്കണേ, ദൈവത്തെ കുറിച്ചുള്ള ചെറിയ പിക്ചർ ഭയം നിന്നുള്ളവാണ്. ദൈവത്തെ കുറിച്ച് നിനക്ക് അറിവില്ല. ദൈവത്തെ കുറിച്ചുള്ള വലിയ പിക്ചർ നിന്നെ ആരാധനയിലേക്ക് നയിക്കും. പ്രശ്നം നിന്റെ മേലെ അതിന്റെ പ്രഭാവം ഇടത്തില്ല. പ്രോബ്ലം നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രകാശം അത് ഇരുട്ടിനെ അകറ്റിക്കളയും. ദൈവത്തെ കണ്ട് നീ ഓബ്നെസ്സോടുകൂടി ആരാധിക്കും. പ്രശ്നം നിന്റെ ആരാധനയെ അഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പലപ്പോഴും നമുക്ക് ഈ ആരാധന ആൾക്കാർ കൂടുമ്പോ ദാറ്റ്സ് എ ഫേക്ക്. അവൻ സ്വന്തം ആരോരുമില്ലാത്തപ്പോഴും നീ കുഞ്ഞുങ്ങളെ പോലെ ആരാധിക്കുകയാണെങ്കിൽ അന്നേരമാ നിന്റെ വിസ്ഡം വളരുന്നത്, നിന്റെ അറിവ് വർദ്ധിക്കുന്നത്. ആൾക്കാരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും കാണാൻ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ആരോരും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് വെളുപ്പം കണ്ട് നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തില് പ്രശ്നത്തെ ചെറുതായി കണ്ട് ആനന്ദിക്കാൻ കഴിയുമ്പോൾ അന്നേരമാ നീ മെച്ചുവർ ക്രിസ്ത്യനായിട്ട് മാറുമെന്ന് പരിശുദ്ധാത്മ പറയുകയാണ്. So we need to change the way we view God. അതുകൊണ്ട് ദൈവത്തെ കാണുന്ന രീതി ഇന്ന് മാറ്റാം. So the second point is God is the architect who established this order. അവൻ ഓർത്തോണേ, ക്രമം വരുത്തുന്നവൻ ദൈവമാണ്. അവനാണ് അതിന്റെ ആർക്കിടെക്ട്, അതിന്റെ രൂപകൽപ്പന ചെയ്യുന്നവൻ ദൈവം. നിന്റെ ജീവിതത്തിൽ ഏത് ക്രമമാണേലും, ഈ പ്രപഞ്ചത്തിലെ ഏത് ക്രമമാണേലും, ഈ ഭൂമിയെ ഓർത്തോണം. അവൻ, ഞാൻ അറിയാം കുഞ്ഞ് എഴുതിക്കൊണ്ടെന്ന് അറിയത്തില്ല, 23.0 അവൻ അച്ചുതണ്ടിൽ ആക്സിസിൽ ചരിച്ചു നിർത്തിയ ദൈവം അല്ലേ? അവന്റെ അടിസ്ഥാനത്തെ ഉറപ്പിക്കുന്നു. ബൈബിൾ പറയുക, ഇന്നും ആ 23.0 ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. മാറിയാൽ പുറത്തുനിന്ന് ദൈവത്തിന്റെ വലിപ്പം അറിയും. നീ നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ, പ്രപഞ്ചം ഭൂമിയെ ഉറപ്പിച്ച ദൈവത്തിന് നിന്റെ ഫാമിലി ഉറപ്പിക്കേണ്ട അവകാശം. See the greatness of God. ആരാധിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. So the psalm continues by saying God laid the foundations of the earth.
ആ സംഘത്തിന് പറയുക, ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടവനാരാണ്? ദൈവമാ. He set boundaries for the waters and told them, this far you may go and no farther. നിങ്ങൾ നോക്കണം, ഇന്നാണ് ടെക്ടോണിക് പ്ലേറ്റ്സും ഇതുമെല്ലാം കണ്ടുപിടിച്ചത്. പറയാ, ഭൂമി മല പൊങ്ങട്ടെ, കന്ന മലകൾ പൊങ്ങി, അങ്ങനെ താഴട്ടെ, താഴ്വരകൾ താണു, വെള്ളം കൊണ്ട് മൂടിയുന്ന ഭൂമിയുടെ വെള്ളമെല്ലാം കൂടി സമുദ്രത്തിലായി. ഇതൊക്കെ ഓർത്തോണേ എന്ന സംഘത്തിൽ എഴുതി വെക്കുക. അമേസോളം പിന്നീടല്ലേ ഇത് വന്ന് ഓരോരുത്തർ എഴുതി വെക്കുന്നത്, ജിയോളജിയെ കുറിച്ച് പഠിച്ചിട്ട് എന്ന് പറയാം. അതിരിട്ടു, കടന്നുകൂടാത്ത അതിരിട്ടു. അവൻ ഈ ദൈവമാണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത്. നീ ഇന്ന് വസിക്കുന്ന, ഇന്ന് കാലുറപ്പിച്ച് നിന്റെ ബേസ് അടിസ്ഥാനം ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ അതിനടിസ്ഥാനം ഇട്ട ദൈവം ആണെന്ന് നീ അറിഞ്ഞ് അവനിൽ വിശ്വസിപ്പാൻ എന്നെ കൊണ്ട് കഴിയണം. I want us to think about this. The oceans is so powerful, so dangerous, and uncontrollable to humanity, but they obeyed God without question. ഇന്ന് പലകാലം ഓർക്കണം, മനുഷ്യനാണ് ഈ കടല്, സമുദ്രം, ഈ ആഴം, മറീന ട്രെഞ്ചിന്റെ ആഴം, അത് വലിപ്പം. എന്റെ ദൈവത്തിന് അത് വലിപ്പമല്ല. അവൻ മനുഷ്യൻ അയ്യോ ഇളകി മറിയുന്ന കടൽ അറിയിക്കുകയും വന്നാൽ എന്റെ ദൈവമേ ഇറ്റ്സ് ടഫ്. മനുഷ്യനാണ് ടഫ്നെസ്. ഒരു ചുഴലിക്കൊടുങ്കാറ്റ് വരുന്ന കേൾക്കുമ്പോഴേ ഫ്ലോറിഡയിലുള്ളവരും എല്ലാവരും ഭയക്കും. എന്നാൽ എന്റെ ദൈവത്തിന് അത് ഭയമുള്ളൊരു വിഷയമല്ല. സമുദ്രത്തെ ഉണ്ടാക്കിയവന് സമുദ്രത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അവൻ യേശുവിന്റെ സംഭവത്തിൽ ഓർക്കണം, പടകിൽ കയറി അവൻ ഗലീല കടയിൽ കൂടി പോകുമ്പോൾ ഇളകി മറിയുന്ന ആ വലിയ കടലിനെ കണ്ടിട്ട് അവൻ ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ ശാന്തമാക്കുന്നവൻ, കടലിനെ ഉണ്ടാക്കിയവനാണ് ദൈവമെന്ന് ഇന്ന് പകൽ നീ അറിയണം. Job 38 reminds us that God commands the sea when we see God showing his power and his authority over all things on earth to Job. പ്രിയമുള്ളവരെ, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോബിനെ ദൈവം കാണിച്ചു കൊടുക്കുക, കടലിനോട് കൽപ്പിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ തിരമാലകൾ ഇളകി മറിയുമ്പോൾ നിന്നെ തകർക്കാൻ ശത്രു പലയിടത്ത് അവൻ നിന്നെ ബന്ധിക്കുമ്പോൾ അവൻ ഓർക്കണം, നിന്റെ ജീവിതത്തിലെ തിരമാലകളോട് കൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. കാരണം ആ കടലിനെ ഉണ്ടാക്കിയവൻ തന്നെ അവനാണെന്നുള്ള അറിവ് നമുക്കത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. If God can command the oceans, then he can surely handle what's going on in our lives. ഇന്ന് പകൽ കടലിനോട് കൽപ്പിക്കാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളാണെങ്കിലും അതിനോട് സംസാരിക്കാൻ നിന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. The same God who controls the waters is the God who orders our steps. പ്രിയമുള്ളവരെ, അവൻ ഈ ജലത്തെ, അവൻ ഈ സമുദ്രത്തെ രൂപകൽപ്പന ചെയ്ത് അതിനെ കൽപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ചുവടുവെപ്പുകളെ അവൻ കൽപ്പിക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. നീതിമാന്റെ ചുവടുവെപ്പുകൾ യഹോവയാൽ കൽപ്പിതങ്ങളാണെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ അവൻ ചെറിയ വിഷയം വരുമ്പോൾ നീ ഇളകരുത്. കാരണം എന്താ, നിന്റെ നീ രോഗത്തിൽ കൂടെ പോകാൻ ആ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ ചുവടുവെപ്പ് രോഗത്തിന്റെ താഴ്വരയാണെങ്കിൽ, ഇനി നാളെ ക്യാൻസറിൽ കൂടെ പോകാൻ നീ പറയണം, കർത്താവേ എന്റെ ചുവട് കൽപ്പിച്ചത് ആരാ? നീയാ. അങ്ങനെയാണെങ്കിൽ തിരമാലകൾ ഉയർന്നെ തൊടാതെ വണ്ണം കൽപ്പിപ്പാനും സൂക്ഷിപ്പാനും അങ്ങേക്ക് കഴിവുണ്ട്. ആ അറിവ് അവൻ സ്വന്തം നിന്നെ അവൻ ഒരു ദൈവവചന രീതിയിൽ വളർത്താൻ ദൈവം കൃപ ചെയ്യും. സാധാ മനുഷ്യനെ പോലെ, ഒന്നും അറിയാത്ത കൊച്ചുള്ള ലോകജാതിയെ പോലെ നീ അവൻ വേവലാതി പിടിച്ചോടത്തില്ല. ഇല്ലെങ്കിൽ ഡോക്ടർമാര് പറയുന്നതിനെ അള്ളിപ്പിടിക്കത്തില്ല. നിന്റെ അള്ളിപ്പിടുത്തം അതാ സകലത്തെയും കൽപ്പിപ്പാൻ കഴിവുള്ള റിയാലിറ്റി ആയിരിക്കാൻ നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യം ഞാൻ അതിനോട് കമാൻഡ് ചെയ്യാൻ കഴിവുള്ള ദൈവത്തിലായിരിക്കും പ്രിയമുള്ളവരെ നിന്റെ ആശ്രയം. The next point is God provides for all living things. അടുത്ത പോയിന്റ്, അവൻ ജീവനുള്ള സകലത്തിനും കരുതുന്ന ദൈവം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുന്ന ജോലിയോ നിങ്ങളുടെ അധ്വാനമോ നിങ്ങളുടെ എക്സസൈസോ ഒന്നുമല്ല നിങ്ങളുടെ ആരോഗ്യത്തെ കാക്കുന്നതോ, അവൻ നിങ്ങളുടെ ജീവനെ രൂപകൽപ്പന ചെയ്യുന്നതോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കൊടുക്കും നിങ്ങളുടെ ജോലിയോ അല്ല. അവൻ ജീവനുള്ള സകലത്തിനും കൊടുക്കുന്നവൻ ദൈവമാണെന്ന് ഇന്ന് ഈ ആരാധനയിൽ നീ മനസ്സിലാക്കണം. David shifts from God's power to God's care. Amen. He speaks of streams flowing through valleys, animals drinking freely, birds nestling safely, and trees being filled with sap. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വവും തേജസ്സും ചൂണ്ടിക്കാണിച്ച് സൃഷ്ടിപ്പിൽ കൂടി സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തെ കാണിച്ചു നിന്നിട്ട് ദാവീദ് അവിടെ നിന്ന് അടുത്തതായി പോകുന്നത്, ഉണ്ടാക്കുന്ന മാത്രം ദൈവത്തെ അല്ല, ഉണ്ടാക്കിയതിനെ പരിപാലിക്കുന്ന ദൈവത്തെയും കൂടെ കാണിക്കുകയാണ്.
അവിടെ കാണുന്നു സകല വെള്ളമാണേൽ അത് ഒഴുകുന്നു. അവൻ കാറ്റാണ് അതിന്റെ ഗതിയെ. അവൻ ഉണ്ടാക്കിയ സകല സൃഷ്ടിജാലങ്ങളും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അവൻ സിംഹം, അവൻ ഇര ആരോട് ചോദിക്കുന്നു? ദൈവത്തോട് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ കൊടുക്കുന്നവനായിട്ട് അവൻ സ്വന്തം ആ സൃഷ്ടിക്കെല്ലാം വേണ്ടുന്നത് നൽകുന്നവനായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെ, പരിപാലകനായ ദൈവത്തെ, അവൻ പ്രൊവൈഡറായ ദൈവത്തെ, അവൻ പ്രൊവിഷൻസ് തരുന്ന അവൻ ഒരു ദൈവത്തെ അവൻ ദാവീദ് ശക്തമായി വരച്ചു കാട്ടുകയാണ്. ഇന്ന് പകല് ഇതിൽ ലിസ്റ്റിൽപ്പെടാത്ത ഒറ്റ പ്രശ്നവും നിനക്കില്ല. അവൻ സ്വന്തം പരിപാലിക്കുന്ന ദൈവത്തെ നീ ഒന്ന് കാണും. എന്നിട്ട് അവനെ മാറിച്ചാരി ആ മറിയ വിശ്രമിച്ച പോലെ വിശ്രമിക്കുക. മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്നും മതി. അവൻ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അവൾ കണ്ടത് പരിപാലിക്കുന്ന ഒരു ദൈവത്തെ, സമാധാനം തരുന്ന ഒരു ദൈവത്തെ, സകലതും തന്റെ വാക്കുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവത്തെ. പ്രശ്നങ്ങളെ ഓർത്ത് വിചാരം വിട്ടിട്ട് പാദവിയുടെ ഇരിക്കണം. നീ ഗ്രോ ഇൻ ക്രൈസ്റ്റ്. നീ വളരാൻ ക്രിസ്തുവില്. അവൻ ഇന്ന് നീ ബേബായിരിക്കുന്ന അവസ്ഥകൾ മാറണം. നോക്കൂ, അടുത്തതായി ദാവീദ് കാണിക്കുന്നത് പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു ചിത്രമാണ്. Now one of these things survived by accident. Jesus echoes this truth when he says in Matthew 6 verse 26, "Look at the birds of the air. They do not sow or reap or store away in barns, and yet your heavenly Father feeds them. Are you not much more valuable than them?" പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. അവൻ സൃഷ്ടിച്ച സകലവും, സകല പ്രപഞ്ചവും അതിന്റെ പരിപാലനത്തിനായി സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഉടാപരകൾ കടനകസിയ ആ സത്യത്തെ കുറിച്ച് കാണഭൂമിയിലേക്ക് സാക്ഷാൽ ദൈവമായവൻ എന്നെ നിങ്ങളെയും രക്ഷിപ്പാൻ അവതരിച്ചു വന്നപ്പോൾ ഈശോനാഥൻ അതിനെക്കുറിച്ച് സംസാരിക്കാനിടയായി. സംസാരിക്കാനുള്ള കാരണം ഇതാ, അവൻ പലതിനെ ചൊല്ലി ചിലതിനെ ചൊല്ലി വറി ചെയ്യുന്ന, വിഷമിക്കുന്ന, സ്ട്രെസ് അടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് പറയുക, നിങ്ങൾ ഒന്നിനെ ചൊല്ലിയും വിചാരപ്പെടും, ഡു നോട്ട് വറി എന്ന് പറഞ്ഞിട്ട് പറയുക, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ താമരെ നോക്കുവിൻ. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്ത് കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, അതിന് മക്കൾക്ക് എന്ത് വേണോന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് അത് നോക്കുകയാ. വയലെ താമര ഹല്ലേലൂയ നോൽക്കുന്നില്ല, ഡ്രസ് ഉണ്ടാക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം അതിനെ ക്ഷമിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വരികയാ. ഈ ദിവസങ്ങളിൽ നിന്റെ സ്പിരിച്വൽ ലെവൽ സാധാ മീഡിയോക്കർ സ്വന്തം ബേസ് ലെവൽ ഉയരാൻ ഹോളി സ്പിരിറ്റ് ശക്തിയോട് പറയാം. ഇല്ലെങ്കിൽ നീ വളരത്തില്ല. നീ എന്നും അതുപോലെ ഇരിക്കും. ഒരു കാലത്തും ദൈവത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ ഗോ വിത്ത് യുവർ ഓൺ വിസ്ഡം ആൻഡ് നോളജ് ആൻഡ് ദി എൻഡ്. ബൈബിളിൽ ഒരു വാക്കുണ്ട്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഹാർവസ്റ്റ് കഴിഞ്ഞു, ഗാദറിംഗ് ഓഫ് ഫ്രൂട്ട്സും കഴിഞ്ഞു. ബട്ട് people were not saved എന്ന് പറഞ്ഞ സ്ഥിതി നിനക്കാകും. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, എന്റെ ദിനമോ രക്ഷിക്കപ്പെട്ടതുമില്ലെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, കൃപയിലേക്ക് വന്നത് ദൈവകരത്തിൽ ഇണങ്ങിയ ആയുധമാകാനാ. അല്ലെങ്കിൽ നിന്റെ സ്ട്രെസ്സിന് നീ ഓടാൻ വേണ്ടിയല്ല. നീ വന്നിട്ട് ദൈവത്തിന്റെ ചിത്രം കണ്ടിട്ട്, കരുതുന്ന ദൈവത്തെ, പരിപാലിക്കുന്ന ദൈവത്തിന്റെ ചിത്രം കണ്ടിട്ട് മടങ്ങി, കർത്താവേ എന്റെ ഭാരങ്ങൾ നിന്റെ പാദവിടെ വെച്ചിട്ട് നിന്റെ ശബ്ദം കേട്ട് ഞാൻ ഓടാൻ വരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. നീ ആത്മീയമായി വളരണം. അതുകൊണ്ടായിരുന്നു പകൽ ഈ വചനം പരിശുദ്ധാത്മാവ് തന്നെ കേൾപ്പിക്കുന്നത്. Our provisions are not through luck. Our survival is not by chance. അനേകം പറയും ആമേൻ സ്തോത്രം. And your survival is sustained by the hand of God. ഇന്ന് പകൽക്കാലം ഭാഗ്യവശാൽ കിട്ടിയില്ല പരിപാടിയല്ല, ലക്കിന് കിട്ടുന്നൊരു കാര്യമല്ല നിനക്ക് അഡ്മിഷൻ. ഓർത്തോണം, അഡ്മിഷനോ ജോലിയോ സ്വന്തം ജീവിക്കാനുള്ള വരുമാനങ്ങളോ ലക്കിന് കിട്ടിയതല്ല, ആരാണ്ട് നിനക്ക് വിളിച്ച് തന്നതല്ല. അതൊക്കെ ദൈവം നിനക്ക് വേണ്ടി കരുതിയതാ. നിന്റെ തലമുറയ്ക്കും നിനക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളപ്പോൾ നീ പലതിനെ ചൊല്ലി ചിലതിനെ ചൊല്ലി വിചാരപ്പെടരുത്. സ്വന്തം ലക്കിന് കിട്ടിയതോ വഴിയിൽ കിടന്നു കിട്ടിയതോ അല്ല. തക്ക സമയത്ത് നിനക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി വഴികളെ തുറന്നു തന്നവൻ, നീ പോലും ചിന്തിക്കാതിരിക്കുമ്പോൾ പുതിയ വഴികളെ നിനക്ക് വേണ്ടി തുറന്നൊരു ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് പകൽക്കാലം ഗ്രഹിക്കണം. So the fourth point that I want to talk today is about God governs time, seasons, and rhythm. നാലാമത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കാലങ്ങളെയും സമയങ്ങളെയും അതിൻ്റെതായിട്ടുള്ള ചലനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. അനേകർ ഈ ഭൂമിയിലെ കാലങ്ങൾ നോക്കുന്നവരുണ്ട്. രാഹുകാലം, സ്വന്തം നല്ല കാലം, സ്വന്തം ചെയ്യുന്നു നല്ല ദിവസം. ഇന്ന് പകൽ നീ വിട. നിന്റെ കാലങ്ങളുടെ മേൽ അധികാരമുള്ളവൻ,
നിന്റെ സമയം നല്ല സമയമില്ല, കഷ്ട സമയം. അങ്ങനെ പറയല്ലേ. നിന്റെ സമയങ്ങളുടെ മേൽ അധികാരമുള്ളൊരു ദൈവം നിന്റെ കാലങ്ങളെയും നിന്റെ ജീവിതത്തിലെ സമയങ്ങളെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെ കുറിച്ച് ഈ വചനം വ്യക്തമായി പറയുന്നു. Psalms tells us that God appointed the moon for seasons and the sun knows when to set. പ്രിയമുള്ളവരെ, അവിടെ പറയുക, ചന്ദ്രനെ കാലങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. സൂര്യൻ എപ്പം അസ്തമിക്കണം എന്ന് സൂര്യൻ അറിയാം. ഇന്ന് മർമ്മങ്ങളാ, ഇന്ന് പകൽക്കാലം, ജീവിതത്തിൽ കാലം, ഇപ്പോൾ അവൻ നമുക്കറിയാമല്ലോ, അവൻ ശൈത്യകാലമാണ്. ഈ കാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്, അതിന്റെ ടൈമിങ്ങിനെ സൃഷ്ടിച്ചത് ആരാന്നറിയാമോ? ദൈവമാ. ഇവിടെ ഇരിക്കുന്നൊരു മനുഷ്യനോ മെറ്റീരിയോളജിസ്റ്റോ നാസയോ അല്ല എപ്പോ വിന്റർ വരുമെന്ന് തീരുമാനിക്കുന്നത്, എപ്പോ സമ്മർ വരുമെന്ന് തീരുമാനിക്കുന്നത്. ഇത് സൃഷ്ടിച്ച ദൈവത്തെ നീ കാണ്. അവൻ സീസണെ കണ്ട് ഭയപ്പെടാതെ, വിന്ററിനെ കണ്ട് ഭയപ്പെടാതെ, വേനലിനെ കണ്ട് അല്ലെങ്കിൽ സമ്മറിനെ കണ്ട് ഭയപ്പെടാതെ ഈ സൃഷ്ടിച്ച ദൈവത്തെ കാണ്. അതിന് ടൈമും അളവും ഇട്ട ദൈവത്തെ കാണ്. ഇന്ന് പകൽക്കാലം നിന്റെ സ്പിരിച്വൽ ഗ്രോത്ത് ഒന്ന് വർദ്ധിക്കട്ടെ. മീഡിയോക്കർ നോളജ് ലെവലിൽ നിന്ന് നീ ആരെ സേവിക്കുന്നു അതിന് സേവിക്കത്തക്കവണ്ണം കാലങ്ങളെയും സമയങ്ങളെയും കരുതുന്ന, നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചുള്ള അറിവ് പ്രിയ ദൈവമക്കളെ നമ്മളിൽ വർദ്ധിക്കട്ടെ. That means God governs when we have day, when we have night, when we should work, when we should rest, and when we should have activity and when we should have renewal. ആമേൻ. പ്രിയമുള്ളവരെ, അർത്ഥം ഒന്നും ചോദിച്ചു കഴിഞ്ഞാല്, ആമേൻ, കാലങ്ങളെ ഉണ്ടാക്കിയവൻ അവനാ തീരുമാനിക്കുന്നത് നീ എപ്പം വേലയ്ക്ക് പോകണം. അവനാ തീരുമാനിക്കും മൃഗങ്ങൾ എപ്പോൾ ആഹാരത്തിന് വേണ്ടി ഇറങ്ങണം. അവനാ തീരുമാനിക്കുന്നത് എപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കണം. നീ അല്ല. അവൻ ദിവസം നിന്റെ കൺട്രോളിലല്ല. രാവിലെ ഇപ്പം ഇന്നും സൺഡേയാ, അവൻ മൺഡേ ജോലിക്ക് ആ ടൈമിനെ ഉണ്ടാക്കുന്നവൻ ദൈവമാ. അവൻ നിങ്ങളുടെ ക്ലോക്കോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അലാറമോ അല്ല. പലപ്പോഴും ഈ അലാറം വെച്ച് നീ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ട് നിന്നെ തന്നെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുക. എന്ന് പറയുന്നത് ടൈമിംഗ് ഇസ് ക്രിയേറ്റഡ് ബൈ യു. എപ്പോൾ എഴുന്നേൽക്കണം, എപ്പം ജോലിക്ക് പോകണം, ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ ദൈവമാ. ഊടാറബല കടക സന്ധ്യ ആ അറിവ് നിന്നെ അങ്ങ് മാറ്റും. ആ വ്യൂ പോയിന്റ്, ആ ലെൻസിൽ കൂടി ദൈവത്തെ കാണുമ്പോൾ പിന്നെ ഒരു മീഡിയോക്കർ ക്രിസ്ത്യനെ പോലെ നീ ബിഹേവ് ചെയ്യത്തില്ല. നിന്റെ നോളജ് ഡിഫറെന്റ് ആകും. ഏത് പ്രശ്നം യു വിൽ ബി കാം. പിന്നെ പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കും. ഏത് ടൈം നീ പങ്ക്ച്വൽ ആകും ദൈവത്തിന്റെ വിഷയത്തിന്മേൽ. കാരണം നിനക്കറിയാം, കർത്താവേ, എന്റെ ജീവിതത്തിലെ ടൈമിനെ നിയന്ത്രിച്ച് സൗരവ് നിയന്ത്രിക്കുക. എന്റെ ദൈവത്തിന് വേണ്ടി എന്റെ ടൈമിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യം നിന്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ നീ ടൈമിന് ആരാധനയ്ക്ക് എഴുന്നേൽക്കും, ടൈമിന് അതിരാവിലെ റൈസപ്പ് ചെയ്യും, നീ ആരാധന കൃത്യസമയത്തെത്തും. ഓർത്തോണം, അവൻ കർത്താവ് വർഷം ചുമ്മാ മീഡിയോക്കർ ബിലീവറായി പതിവ് ആഗ്രഹിക്കുന്നില്ല. ചലഞ്ച്. നിന്റെ ദൈവത്തെ അറിയുമ്പോൾ നിന്റെ ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുള്ള ആഗ്രഹം നിന്നിൽ മാറും. അവൻ പരിശുദ്ധമായ ദിവസങ്ങൾ സഭകളിൽ ഈ ദൂതുകളൊക്കെ കേൾപ്പിക്കണം. അവൻ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നു ദൈവം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. കാരണം ദൂത് തരുന്നവൻ ഓരോ വർഷവും ദൈവം അതിന് വേണ്ട വചനങ്ങൾ അവൻ നെവനെ വിളിച്ച് ഈ വചനമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ God gave him. അതിനർത്ഥം നമ്മുടെ മധ്യേ ആൾക്കാർ ഒത്തിരി ഇല്ലേലും he is in our midst and he wants us to grow. നാം വളരണമെന്ന് അവൻ ആഗ്രഹിക്കുക. ടൈമിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെ നാം നല്ലവണ്ണം അറിയണമെന്ന് പരിശുദ്ധാത്മാവ് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. Some of us are in a season of growth. Some of us are in a season of waiting. And some of us are in a season of pruning, removing things that are not healthy for us. കാലങ്ങളെ ശ്രദ്ധിക്കണേ. ചിലര് അവൻ സ്വപ്നം ചെയ്യുന്നു ഈ സമയത്ത്, അവൻ സ്വപ്നം ചെയ്യുന്നു വേനൽക്കാലത്തിൽ കൂടെ പോകുമായിരിക്കാം, ചിലര് ശൈത്യകാലത്തിൽ കൂടി പോവുകയായിരിക്കാം. അവൻ ചിലര് അവൻ സ്വപ്നം ചെയ്യുന്ന ഒരു പക്ഷേ ചെത്തലിന്റെ കാലം. അവൻ കാരണം പ്രൂണിങ് അത് വേദനയുള്ളതാ, നിന്നെ ചെത്തിക്കൊണ്ടിരിക്കുന്ന. കാരണം ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നീ വളരാൻ, ദൈവത്തിന്റെ പ്ലാനിലേക്ക് നിന്ന് ഉയരാൻ. ആ ചെത്തൽ വേദനാജനകമാകുന്ന ചെത്തൽ കൂടി ഇന്ന് പകൽക്കാലം ഓർത്തോ നീ കടന്നു പോകുന്ന ഏത് വിഷയമാണേലും God is pruning you. കാരണം എന്തോ നീ ഫലം കഴിക്കണം. That you may grow and bring forth fruit. Growth ഇല്ല പിന്നെ അവസാനം പറയും, തോട്ടക്കാരൻ പറയും, ഉടയാൻ പറയും, തോട്ടക്കാരൻ പറയും, നാളുകളെ ഞാൻ ഫലം നോക്കുക, നീ ചെത്തുന്നുണ്ട്, ഫലം തരുന്നില്ല, വെട്ടിക്കളാൻ പറയും. പക്ഷെ നല്ല തോട്ടക്കാരൻ ഈ വർഷം 2026 നീ ജീവനോടിരിക്കുന്ന കാരണം പലവട്ടം സ്വർഗീയ പിതാവാദ്യം പറഞ്ഞു, വെട്ടിക്കളയാൻ പറഞ്ഞു. യേശുനാഥൻ ഇവിടെ നിന്ന് ഇൻട്രസ്റ്റ് പറഞ്ഞു, probably she might change, probably he might change. അവനൊന്ന് മാറിയാലോ. ശ്രദ്ധിച്ച്, എന്നിട്ട് നിനക്ക് വളമിടുകയാ, നിനക്ക് ഓപ്പർച്യൂണിറ്റി തരികയാ.
വീണ്ടും വീണ്ടും ഓർത്തോണേ. ഹല്ലേലൂയ. നിന്റെ സീസൺസിനെ നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ അറിയണം. അവൻ ഇന്ന് പകൽക്കാലം നിന്നെ വിടുന്ന വഴി അടച്ച അവസ്ഥകൾ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് നീ ഒന്ന് വളരാൻ, നിന്റെ കഴിവിലോട്ട് എപ്പോഴും അല്ലിപ്പിടിച്ച് നീ ദൈവത്തിലോട്ട് നോക്കി ദൈവവേലയ്ക്ക് നിന്നെ ഏൽപ്പിക്കാൻ. അവൻ ചെറിയ വിഷയത്തിലായിരിക്കും നിന്നെ ഏൽപ്പിച്ച് നീ അവിടെ വിശ്വസ്തയാകാൻ. ചെറിയ കാര്യത്തിൽ നീ അത്യല്പത്തിൽ വിശ്വസ്തനാകുമ്പോൾ അധികത്തിൽ നിന്നെ വിചാരകനാക്കാൻ നിനക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട്. പക്ഷെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യണം. ലിറ്റിൽ കാര്യങ്ങളിൽ നീ ഫെയ്ത്ത്ഫുൾ ആകണം. ലിറ്റിൽ കാര്യത്തിൽ നീ അവൈലബിൾ ആകാതിരിക്കും. പിന്നെ എങ്ങനെയാ നീ അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെ ഉയർത്തുന്നത്? God cannot and God will not. കുറെ നോക്കിക്കഴിഞ്ഞാൽ വഴിയിലെ പിന്നെ പറയും chop it off. തീക്കാത്ത പറയും. മാത്രം ആർക്കും പരാതി പറയാൻ പറ്റില്ല. ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഇല്ല, നിന്റെ ശബ്ദം പലരും നിന്നെ വിളിച്ചോർപ്പിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുക. അവൻ പക്ഷേ നീ കേട്ടിട്ടും അവൻ കെയർലെസ് ആയിട്ട് പോകുമ്പോൾ വൺ ഡേ വിൽ കം, തിരിച്ച് നീ റിട്ടേൺ ഇല്ലാത്തൊരു ദിവസം. ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും മനുഷ്യരോട് വായിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞിന് കൂടി വരുന്ന വചനം വളരെ തീവചനമാ. ഉടമനകസ്യ നിന്റെ ജീവിതത്തിന്റെ സീസൺസിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഇന്ന് നീ കടന്നു പോകുന്ന കാലം കർത്താവ് അറിയാത്തൊരു കാലമല്ല. ചിലപ്പോൾ നീ ചെത്തലിന്റെ കാലത്തിൽ കൂടെ പോകുക. വേദനാജനകമാണ്, നീ പെയിൻഫുള്ളാ. പക്ഷെ God is pruning you to bring forth fruit. അൾട്ടിമേറ്റ് ലക്ഷ്യം ഈ സീസൺസിന്റെ അല്ല. അതാ ഈ വർഷം നമ്മൾ അണ്ടർവ്യൂ എന്ന് പറഞ്ഞത്. ഈ സീസൺസ് തന്നേക്ക് തന്നെ നിന്നെ ഫലം കഴിപ്പിക്കാനാ. അവൻ നിന്നെ രൂപാന്തരപ്പെടുത്താനാ, നിന്നെ മോൾഡ് ചെയ്യാനാ. അവൻ എവറി സീസൺസ് ഓഫ് യുവർ ലൈഫ് അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ടൈമിംഗ് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്ന് പകൽ ആ ദൈവത്തെ നീ ഒന്ന് വിശ്വസിക്കുക. കാലങ്ങളെ കണ്ടിട്ട് നിരാശപ്പെടാതെ. ബിക്കോസ് that seasons are to form you. നിന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ, നിന്നെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ. ആമേൻ. So look unto God. ആ ദൈവത്തെ നീ കാണുക. ആമേൻ. In the same way, winter, spring, summer, fall doesn't last forever. No season is wasted in God's plan. ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ ഓർക്കസ്ട്രേറ്റർ കേട്ടാൽ ആർക്കിടെക്ട് ദൈവമാണ്. ടൈം എപ്പോ വരണം എപ്പോ പോകണം തീരുമാനിക്കുന്നവൻ ദൈവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴാണ് ഓരോ കിളിർപ്പ് ചെടി നമ്മുടെ പെർസിമോണ്ട് ഇപ്പൊ തീർന്നു, എല്ലാം കരിഞ്ഞ ഇലകളെല്ലാം പോയി. ആ കറക്റ്റ് ബഡിങ് വരുന്ന ടൈമിങ്. ഇന്ന് പകൽക്കാലം ലുക്ക്, നീ ആ സമയത്ത് സ്ട്രെസ് ചെയ്യാതെ. ഈ കാലം നിനക്ക് വേണ്ടിയാ തന്നിരിക്കുന്നത്. നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ, നിന്നെ വളർത്താൻ, നിന്നിൽ പുഷ്പങ്ങൾ കൊണ്ടുവരുവാൻ, പഴങ്ങൾ കൊണ്ടുവരാൻ. നീ കാലം നോക്കി നിരാശപ്പെടാതെ അവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ മുഖം കാണുക. ഈ സീസൺസ് എല്ലാം അനുഗ്രഹത്തിനാക്കി. എന്നിട്ട് ദൈവകരത്തിൽ ഇണങ്ങുന്ന ഒരു ആയുധമായി നിന്നെ തന്നെ സമർപ്പിക്കുക. യു ബി അവൈലബിൾ ടു ഗോഡ്. അവൻ റെസ്റ്റ് കാലങ്ങൾ നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം തന്നേക്കുന്നതാ. ആ കാലങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോട്ടെ. നീ രാഹുകാലം നോക്കാനോ അവൻ കാലങ്ങൾ ശ്രദ്ധിക്കാനോ പോകരുത്. അവൻ put your trust in the Lord and look unto him. Next, I want to talk about God's wisdom is seen in creation's diversity. ആമേൻ. ആദ്യത്തെ കാര്യം ഓർത്തോളം, സൃഷ്ടിപ്പിൽ അവൻ വലിയവനായ ദൈവം. സൃഷ്ടിപ്പിൽ മാത്രമല്ല, സൃഷ്ടിപ്പ് വെറുതെ വിടുകയല്ല, പരിപാലനത്തിൽ സസ്റ്റൈനിങ്ങിൽ അവൻ വലിയവനായ ദൈവം. നിന്റെ ജീവിതത്തിന്റെ കാലത്ത് നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാക്കുക മാത്രമല്ല, ഇന്നും നിന്നെ കരം പിടിച്ച് താങ്ങി നടത്തി നിർത്തിയേക്കുന്നത് ജീവനോട് ഇരിക്കാൻ തന്നെ കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് തോന്നുന്നില്ല, പലവിധമായ ചരാചരങ്ങളെ അതതിന്റെ രീതിയിൽ പരിപാലിക്കുന്ന ഒരു ദൈവം, അതിനുവേണ്ടിയുള്ള ഡൈവേഴ്സിറ്റി ഓഫ് കാര്യങ്ങളെ ഉണ്ടാക്കുന്നവനായ ദൈവവും അവനാണെന്ന് അറിയണം. David says, "O Lord, how manifold are your works. In wisdom you have made them all." Every creature is different. Every ecosystem has a purpose. And nothing is random. പ്രിയമുള്ളവരെ, ദാവീദ് രാജാവ് ഇത് കണ്ടിട്ട് അവൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറയുക, ദൈവമേ, അവൻ എത്ര മഹാത്ഭുതമാണ് നിന്റെ പ്രവർത്തികൾ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവയാ. ഞങ്ങൾക്ക് അതിനെ ഒരു കൊണിച്ച പോലെ ഗ്രഹിക്കാൻ നിന്റെ ക്രിയേറ്റിവിറ്റി, നിന്റെ ഇത്. കാരണം അവിടെ പറയുമ്പോൾ സമുദ്രത്തിലുള്ള പല പല മൃഗങ്ങള്, അവൻ ഇഴജന്തുക്കള്, ലിവ്യാഥാന്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഹൗ മാനിഫോൾഡ് ആർ യു വിസ്ഡം. എത്ര വലുപ്പമുള്ളതാ നിന്റെ ജ്ഞാനം. അത് ഗ്രഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അവൻ സ്വന്തം ചെയ്ത് പറയുക, കർത്താവേ, ആ നിന്റെ കരത്തിലേക്ക് ദാവീദ് നോക്കുക. ദൈവത്തിന്റെ ആ ശ്രേഷ്ഠതയെ, പലതരത്തിലുള്ള ജീവജാലങ്ങളെ, പലതരത്തിലുള്ള ഭൂപ്രകൃതികളെ, അവൻ സ്വന്തം പലതരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴം. ഇന്ന് പകൽക്കാലം അതിന്റെ മധ്യത്തില് അവൻ സ്വന്തം ചെയ്യുന്നു. നിന്റെ ചെറിയ ബുദ്ധി കൊണ്ടുവന്നിട്ട് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങളെ നിന്റെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് നിർത്ത്. യു വിൽ ഫെയിൽ. കാരണം നിന്റെ പദ്ധതി ബുദ്ധി അനുസരിച്ചല്ല നിന്റെ ജീവിതം നയിക്കുന്നത്. ദൈവത്തിന്റെ ഓർക്കസ്ട്രേഷൻ അനുസരിച്ച, ദൈവത്തിന്റെ ആർക്കിടെക്ട് അനുസരിച്ച, ദൈവത്തിന്റെ ഡിവൈൻ പ്ലാനിങ് അനുസരിച്ച. പക്ഷെ നീ ഇണങ്ങാതെ പോകുമ്പോൾ കയ്യിൽ വെച്ച് ചീത്തയായ പാത്രം പോലെയാകും. അപ്പോഴാ കുശവൻ ഉടയ്ക്കുന്നത് നിന്നെ ഉടയ്ക്കും. എന്തിനാ? തനിക്ക് ഇഷ്ടമുള്ള പാത്രമാക്കാൻ,
ഉടമ അന്നേരവും നീ കൈക്കുന്ന പിടച്ച് എങ്ങനെ കൊടുത്തില്ല, പിന്നെ എടുത്തു കളയില്ല എന്ന് പറ്റിയില്ല. ഇന്ന് പകല് നീ ഗ്രോ ചെയ്യണം. yield to God's will. ദൈവം ഡൈവേഴ്സിറ്റിയുള്ള പല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നവനാ. അവന്റെ വിചാരങ്ങളുടെ ആഴം വലുതാ. നിന്നെ കുറിച്ചുള്ള തോട്ട് അതാ ജെറമയ 29:11 പറയുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരേണ്ടതിന് ഞാൻ നിന്നെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന തോട്ട്സ് എന്താന്ന് എനിക്കറിയാം. ദൈവം പറയാ, നിനക്കത് അറിയത്തില്ലായിരിക്കും, പക്ഷെ ഐ നോ വാട്ട് ഇറ്റ് ഇസ്. നീ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ just yield to God's perfect will and grow ചെയ്യുക. ദൈവത്തിന്റെ ഇഷ്ടത്തിന് make me more. അവൻ എന്നെ വർദ്ധിപ്പിക്കാൻ വളർത്താൻ ദൈവത്തോട് പറയാം. ആമേൻ. Romans 1 tells us that God's invisible attributes are clearly seen through what He has made. റോമാലേഖനം 1 പൗലോസ് പറയുമ്പോൾ അവൻ ദൈവം ഇല്ലാത്തവനും കണ്ട് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിച്ചു വെച്ച് കണ്ടിട്ട് ഒന്നമ്പരക്കാൻ, മൈ ഗോഡ്, ഹൗ ഡിഡ് ഇറ്റ് കം ടു ബി? ചുമ്മാ വൺ ഡേ ഇറ്റ് കേം എന്ന് പറഞ്ഞാൽ nobody can believe it. അതിന്റെ പുറകിൽ ഒരു ആർക്കിടെക്ട് ഉണ്ടെന്ന് വിശ്വസിപ്പിക്കത്തക്കവണ്ണമായി പ്രപഞ്ചത്തെ ദൈവം നിർമ്മിച്ചതെന്ന് റോമാലേഖനം 1 പറയുന്നവന് മനസ്സാക്ഷി അത് നോക്കി മനസ്സിലാക്കത്തക്കവണ്ണുള്ള അവസരങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. Creation preaches a sermon every day that God is wise, God is intentional, and God is glorious. In the morning we see the morning dew. It helps the plants grow. It makes them more green. We see the birds chirping in the air, and we see the life coming into the world with warmth from the sunlight. പ്രിയമുള്ളവരെ, നിങ്ങളെ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ 19 സങ്കീർത്തനം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ കേൾക്കുന്ന പക്ഷികളുടെ കലകളാരവം, അവൻ രാവിലെ ഇറങ്ങുമ്പോൾ ആ പുല്ലുകളുടെ തുമ്പത്ത് നിൽക്കുന്ന ആ മഞ്ഞിന്റെ കണികകൾ, ഉടമനകസിയ, അതൊക്കെ നിന്റെ കണ്ണുകൾ പെടുമ്പോൾ ഓർക്കണം, ആ പുല്ലുകളെ പോലും വളർത്താനുള്ള ദൈവത്തിന്റെ കെയർ. വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ എത്ര അധികം നിന്റെ യേശു ചോദിക്കുമ്പോൾ ഓർത്തോണം, സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്ന, അതിനുവേണ്ടി വളരാൻ വേണ്ടതെല്ലാം ഒരുക്കുന്ന, മൃഗങ്ങൾക്ക് ആഹാരം ഒരുക്കുന്ന, സിംഹം പോലും ചോദിക്കുക ദൈവത്തോട് അതിന്റെ ആഹാരം ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ദൈവത്തെ നീ കാണുമ്പോൾ ഇന്നത്തെ നിന്റെ മീഡിയോക്കർ ക്രിസ്ത്യൻ ലൈഫ് മാറും. ഇന്നത്തെ നിന്റെ സ്ട്രെസ് ലൈഫ് മാറും. നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടത്തില്ല. നീ എപ്പോഴും ട്രസ്റ്റ് ചെയ്യും ആ ദൈവത്തെ കാണാൻ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നയിക്കുന്നവനായി അവയ്ക്ക് വേണ്ടി കൊടുക്കുന്നവനായ ഒരു ദൈവം. I don't want to point out that it's all glorious in the morning. I also want to point out that it's also glorious at night, because at night the stars come out. It brings a little bit of light so we could see. We see that the sky is nice. We see that it's not that hot compared to the morning, so that we could have more rest, like without sweating too much. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, അവൻ പകല് മാത്രം നന്മയുള്ള ദൈവമല്ല, അവൻ രാത്രി കാലങ്ങളിലും അവൻ നന്മയുള്ള ദൈവമാണ്. ബൈബിൾ പറയുന്നു, രാത്രികളിലാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. രാത്രി എന്തിന്? അവയ്ക്കുള്ള ആഹാരത്തിന് വേണ്ടി. പകലാണ് മനുഷ്യൻ പുറത്തേക്ക് ജോലിക്ക് പോകുന്നത്. അവർക്കും പരിപാലകനായ ഒരു ദൈവം. ഹല്ലേലൂയ. തീർന്നില്ല, ഉച്ചയ്ക്കാണേലും പകലാണേലും ഏത് ടൈമിലാണേലും കരുതുന്നൊരു ദൈവത്തെ കുറിച്ചുള്ള അറിവ്. അവൻ ഒരു സമയത്തേക്ക് മാത്രമുള്ള ദൈവമല്ല, നിന്റെ രാത്രികളിലും നിനക്ക് നക്ഷത്രങ്ങളെ തന്നിട്ട് നിന്റെ രാത്രികളിലും നിനക്ക് സമാധാനമരുളി നമ്മെ നടത്താൻ കഴിവുള്ള ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ആ ശ്രേഷ്ഠനായ ദൈവത്തിന്റെ മഹത്വം കാണാൻ പരിശുദ്ധാത്മാവ് അവൻ ദൈവമക്കളായി നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. The next point I want to talk about is God sustains life by His Spirit. ആമേൻ. അടുത്തതായി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാനായി, ഇതിനെയൊക്കെയും ജീവനെയൊക്കെയും പരിപാലിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്ന ഒരു പോയിന്റ് നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. David tells us that every living thing waits on God. When He opens His hand, they are filled with good. When He withdraws His breath, life fades away. പ്രിയമുള്ളവരെ, ദാവീദ് പറയുക, ജീവനുള്ളത് സകലതും ദൈവത്തിലേക്ക് നോക്കുകയാണ്. അവൻ സ്വന്തം അത് ശ്വാസം, അവൻ ശ്വാസം അയക്കുമ്പോൾ ഉണ്ടാക്കപ്പെടുകയാണ്. അതിന്റെ ശ്വാസം എടുക്കുമ്പോൾ അത് മണ്ണിലേക്ക് തിരികെയാണ്. നിന്റെ ജീവൻ പോലും ഡോക്ടർമാരല്ല നിർണ്ണയിക്കുന്നത് നീ എപ്പോ മരിക്കണമെന്ന്. നീ എപ്പോ ജീവിക്കണമെന്ന് ജനിക്കണമെന്ന് തീരുമാനിക്കുന്ന അപ്പനും അമ്മയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം അറിവ് പോലും നിനക്കുണ്ടാകട്ടെ. ഇന്ന് പകൽ നീ ഉണ്ടാകേണ്ട ദിവസവും ടൈമും നിർണയിച്ചതാരാന്നറിയാമോ? സ്വർഗത്തിലെ ദൈവമാണ്.
അടബലഹതുനമലകൾ ഘടരഹസ്യ. അവൻ അവിടെ പറയുന്നു, അവൻ സ്വന്തം അവന്റെ ശ്വാസം അയക്കുമ്പോൾ അവൻ സൃഷ്ടിക്കപ്പെടുന്നു. സൃഷ്ടിപ്പിനെ പോലും അവന്റെ മുഖം മറയ്ക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ചത്ത മണ്ണിലേക്ക് തിരിയുന്നു. സകലവും നിർണയിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഈ വർഷം വർദ്ധിക്കട്ടെ. In Acts 17, it says, "In him we live and move and have our being." 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയില് പൗലോസ് അവൻ സ്വന്തം ചെയ്യുന്നു. അരയോപക കുന്നിന്മേലൊക്കെ ഉള്ള വിശ്വാസികളോടൊക്കെയും ആ മനുഷ്യരോടൊക്കെയും സംസാരിക്കുമ്പോൾ അവൻ താൻ ദൈവത്തെ അവതരിപ്പിക്കും. പറയാ, അവനിൽ നാം ചലിക്കുന്നു, അവനിൽ നാം ജീവിക്കുന്നു, അവനിൽ നാം വിശ്രമിക്കുന്നു. ഇന്ന് പകല് നീ എഴുന്നേറ്റത്, ഇരുന്നത്, നടന്നത്, കിടന്നൊക്കെയും ദൈവത്തില, ക്രിസ്തുവില, അവനിൽ. അവനാണ് സകലത്തിന്റെ ആധാരം. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് നീ കർത്താവിനെ ആരാധിക്കും? നിന്റെ ലൈഫിലെ സകലവും നീയല്ല നിയന്ത്രിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ നീ പൊയ്ക്കോ. എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ്. നീ അവൈലബിൾ ആകണം. ബി അവൈലബിൾ ഫോർ ഹിം. കാരണം he is the one who controls your life. പക്ഷെ നീ അവൻ വിളിക്കുമ്പോൾ you are not even there. പിന്നെ what do you expect from God? And then why do we complain that he is not doing anything for him? Him for us. കാരണം ദൈവമാണ് നിന്റെ ജീവിതത്തിൽ ടൈമിനെ നിയന്ത്രിക്കുന്നുള്ളപ്പോൾ നീ കർത്താവിന് വേണ്ടി കാണപ്പെടണം. നീ അവൈലബിൾ ആയി നിന്നെ തന്നെ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ടൈമിങ്ങളെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിൽ ഇനി ശത്രു വന്ന് വഴി അടയ്ക്കാൻ നോക്കാൻ ആ വഴിയെ തുറക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധമായ വചനം വരുമ്പോൾ നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. So this morning, your breath is evidence that God is not finished with you yet. You are alive because God is sustaining you right now. ഇന്ന് പകലോർത്തോ, ശ്വാസം എടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഇല്ലാന്നെങ്കിൽ ഇന്ന് രാവിലെ നീ എഴുന്നേൽക്കത്ത് പോലും ഇല്ലായിരുന്നു. മരിച്ച 6 മണിന് കഴിഞ്ഞിപ്പോയി. ഇന്ന് പകൽ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്റെ ആശ കൈവിട്ടിട്ടില്ല. നിന്റെ ജീവിതത്തിൽ അവനെന്നും പ്രതീക്ഷ വെച്ചിരിക്കുക, നിന്നെ ജീവനോട് വെച്ചിരിക്കുക. കാരണം ഇന്ന് ഫലം കായ്ക്കുമോ, നാളെ ഫലം കായ്ക്കുമോ, അവൻ ഇന്ന് വളരുമോ നാളെ വളരുമോ നോക്കി ഉടമനകസിയ. ഇന്ന് പകല് നീ രാവിലെ എഴുന്നേറ്റില്ല, ജീവനോട് ഇരിക്കുന്നെങ്കിൽ ഇതുവരെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മ പറയുകയാണ്. So next, I want to talk about God's glory and God's justice. അവൻ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അടുത്ത് ഞാൻ ഈ സംഘത്തിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. God rejoices in his creation, but sin is what brings corruption. പ്രിയമുള്ളവരെ, തന്റെ സൃഷ്ടിയിൽ ആനന്ദിക്കുന്നവനാ ദൈവം. എന്ന് പകൽക്കാൽ നിന്നിൽ സന്തോഷിക്കുന്നവനാ ദൈവം. പക്ഷേ അവൻ ഇതിന് വിഘാതം വരുത്തുന്ന ഒരു കാര്യമാണ് പാപം. പാപം എന്ന് പറയുമ്പോൾ വിചാരിക്കുക എണ്ണപ്പെട്ട പാപം, ഞാൻ ഇത് ചെയ്ത്, അതൊന്നുമല്ല. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസിൽ നീ കാണാതെ വരുമ്പോൾ മിസ്സിംഗ് ദ പോയിന്റ്. നിന്നെ ജീവനോട് വെക്കാൻ, നിന്നെ ആരോഗ്യത്തോട് വെക്കാൻ, നിന്നെ കുടുംബം തരാൻ, നിനക്ക് ജോലി തരാൻ, നിന്നെ ജീവനോട് ഇന്ന് പകല് ശ്വാസത്തോടെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നീ ഇന്ന കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യണം, ഇന്ന സമയത്ത് അവന് വേണ്ടി കാണപ്പെടണം. നീ അത് മിസ് ചെയ്തിട്ട് നിന്റെ ഇഷ്ടത്തിന് നടക്കുമ്പോൾ that is what you're missing the point. പാപം അമാർഷ്യ. പണ്ട് ഒളിമ്പിക്സിനൊക്കെ പോകുമ്പോൾ അമ്പെയ്ത്ത് മത്സരത്തിൽ ബുൾസൈയിലോട്ട് കൊള്ളുമ്പോൾ കൊള്ളാതെ അത് മാറിപ്പോകുമ്പോൾ അവിടെ നിൽക്കുന്ന റഫറി പറയും മാർഷ്യ, ലക്ഷ്യം തെറ്റിപ്പോയി. That's what sin is. പാപം വ്യഭിചാരവും മദ്യപാനവും മാത്രമൊന്നുമല്ല, അത് നീ ലിസ്റ്റഡാ. പക്ഷെ അത് ലിസ്റ്റിൽ അല്ലാത്ത പാപം when you miss the point. അതുകൊണ്ട് പറയണ കർത്താവേ, നിന്റെ ഇഷ്ടം തിരിച്ചറിയാം. അതുകൊണ്ടാ 12 റോമർ പറയുന്നത് നന്മയും പ്രസാദയും പൂർണ്ണതയും ഉള്ള ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. സോ അതുകൊണ്ടോണം പാപമാണ് തന്റെ സൃഷ്ടിപ്പിൽ ദൈവം ആനന്ദിക്കുന്ന ദൈവം, നിന്നെ സന്തോഷിക്കുന്ന ദൈവമാണ്, തന്നെ കാണുമ്പോൾ അവൻ ആനന്ദമാണ്. പക്ഷെ നിന്നെ പാപം വരുമ്പോൾ അത് ദൈവത്തിന്റെ സന്തോഷത്തിൽ എടുത്തു കളയും. Creation itself groans because of sin, but God promises restoration. പ്രിയമുള്ളവരെ, എന്നാൽ പാപത്തിൽ പിശാച് മനുഷ്യനെ കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. പാപം നിമിത്തം ശാപം, നാശം മനുഷ്യകുലത്തിലേക്ക് വരുവാനിടയായി. തന്നിമിത്തം ഇന്നും സൃഷ്ടി ഞരക്കത്തില്ല. ഈ പാപ ഭംഗിലമായ അവസ്ഥയിൽ നിന്ന് ഒരു ഇറ്റർണിറ്റി, മരണമില്ലാത്ത അവസ്ഥ, പാപം മരണം കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം സ്പിരിച്വൽ ഡെത്തിന് കാരണം അതാ പാപം, സിൻ. നിന്റെ സ്പിരിച്വൽ ഫ്രൂട്ട്ലെസ്സിന് കാരണം അതാ സിൻ. ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എല്ലാ ക്രിയേഷനും, എല്ലാ സൃഷ്ടി ഞരക്കത്തോടെ
ഈറ്റുന്നോടെ ഞരങ്ങി കഴിയും. എന്നാ കർത്താവ് ഈ പാപം, എന്നാ ആ റിഡംഷൻ, എന്നാ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് നടക്കണം, അതിനുവേണ്ടി കഴിയുക എന്ന് നിങ്ങളും ഞാനും. പൗലോസ് 7:7 റോമൻസ് 7:7 നമ്മുടെ ജനങ്ങളുടെ പ്രധാന ഒരു വലിയ വാക്യമാണ്. അവൻ സ്വന്തം അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും. എന്നാ എനിക്ക് അവിടുത്തെ, എന്നാ സിന്നിന്റെ കരാളഹസ്തത്തിൽ നിന്ന്, ബലഹീനതയുടെ പിടിയിൽ നിന്ന് എന്നാ എനിക്ക് വിടുതല്. എവറി ക്രിയേഷൻ, എല്ലാ സൃഷ്ടിപ്പും ആ ദ്രവത്വത്തിൽ നിന്ന്, ആ അവൻ കർണാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു, അവൻ നാശത്തിന് യോഗ്യമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞരക്കത്തോടെ ആയിരിക്കുകയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. Revelations tells us that a day is coming when God will make all things new. Until then, God calls us not to just admire creation, but to submit to the Creator. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം പറയുന്നു ഒരു ദിവസം വരുന്നുണ്ട്, പഴയ ആകാശവും പഴയ ഭൂമിയും തീക്കായി സൂക്ഷിച്ച് തീ ബന്ധ നശിപ്പിച്ചിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിലേക്ക് അലങ്കരിക്കപ്പെട്ട നഗരമായി ന്യൂ ജെറുസലേം. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട് വിശുദ്ധിയത്തേക്ക് നമ്മൾ എത്താൻ വേണ്ടിയോ അത് ഇറങ്ങി വരുന്നൊരു ദിവസം. ആ ദിവസം വരുന്നത് വരെ പ്രിയമുള്ളവരെ, അവൻ സ്വന്തം ചെയ്യുന്നു ഞാനും നിങ്ങളും അവൻ സൃഷ്ടിയുടെ ഞരക്കത്തിൽ കൂടി പോകുന്ന വ്യക്തികളാ, കാലങ്ങളിൽ കൂടി പോകുന്ന വ്യക്തികളാ. അവിടെ നിങ്ങള് അവൻ സ്ട്രെസ് ചെയ്യാതെ ഈ സകലത്തെ പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് ഗ്രഹിച്ചിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു അവന്റെ കയ്യിലേക്ക് അവന്റെ കാലങ്ങൾക്കും അവന്റെ സമയത്തിനും ഇഷ്ടത്തിനും ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ വലിപ്പം കണ്ടിട്ട് അവന്റെ ഇഷ്ടത്തിൽ നടക്കാൻ വളരുന്നൊരു വർഷമായി തീരുമാൻ ഇന്ന് പകൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. So finally, I want to talk about how we can have a personal call to worship. അവസാനമായി ആരാധനയ്ക്കായി വ്യക്തിഗതമായ ഒരു ആഹ്വാനം എങ്ങനെ പ്രാപിക്കാമെന്നതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. In the Psalms, David ends where he began. He sings, I will sing to the Lord as long as I live. ആമേൻ. സ്തോത്രം. അവസാനിപ്പിക്കുമ്പോൾ സങ്കീർത്തനം ദാവീദ് അവൻ സ്വന്തം പറയുക, എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞു തുടങ്ങിയതുപോലെ അവസാനം വരുമ്പോൾ പറയുക, ജീവനോടിരിക്കുന്ന എവറി മൊമെന്റ് ആരാധനയ്ക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും I will run and be there all the first. ഞാൻ യഹോവയ്ക്ക് അവൻ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ ദൈവത്തിന് കൃത്യം ചെയ്യും, അവന് വേണ്ടി എന്നെ അവൈലബിൾ. അതാ ദൈവത്തിനെ ദൈവം ഇഷ്ടപ്പെടാൻ കാരണം. കൊട്ടാരമോ റെസ്ട്രിക്ഷൻസോ ഒന്നും അവൻ ഉപയോഗിച്ചിരുന്നില്ല. അവൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല ആരാധനയെ. അവൻ നമ്മളൊക്കെ എത്രയോ റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് കർത്താവിന് വേണ്ടി പോകുന്നത്. ഡേവിഡ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. കൊട്ടാരത്തിൽ അവന്റെ പദവി ഇരിക്കുമ്പോൾ അവൻ രാജാവായി കനോട്ട് ഗോ ആൻഡ് മിംഗിൾ വിത്ത് റെഗുലർ പീപ്പിൾ എന്ന് ചിന്തിക്കുമ്പോഴും അവൻ കിരീടവും വലിച്ചെറിഞ്ഞ് രാജവസ്ത്രം ഇട്ടിട്ട് ക്ഷണവും വസ്ത്രവും ധരിച്ചത് ഓടും. സ്വന്തം ഭാര്യ മീക്കള് റിഡിക്യൂള് ചെയ്യുമ്പോൾ കിങ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ കാണും, പക്ഷെ റെസ്ട്രിക്ഷൻ മാറുന്ന ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവത്തെ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും ഡേവിഡ് എ മാൻ അക്കോർഡിംഗ് ടു മൈ ഹാർട്ട്. പ്രിയമുള്ളവരെ, റെസ്ട്രിക്ഷൻസ് വെക്കാതെ ദൈവത്തിന് വേണ്ടി നിന്നെ അവൈലബിൾ ആക്കുമ്പോൾ നിന്നെ കുറിച്ച് ഓൻ പറയും, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ മകൾ, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ മകൻ. ഇന്ന് മകൾ ദൈവത്തെ ആരാധിപ്പാൻ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവൻ നാട് നോക്കാതെ, വീട് നോക്കാതെ, സമൂഹം നോക്കാതെ, അവൻ ചുറ്റുമാറി നിൽക്കുന്ന നിന്റെ പദവി എന്താണോ, റെസ്ട്രിക്ഷൻസ് എന്തോന്നോ നോക്കാതെ നീ ഓടി നിന്നെ തന്നെ അവൈലബിൾ ആക്കുമ്പോൾ അവൻ പറയും, ഇവൾ എന്റെ മകളാ, ഇവൻ എന്റെ മകനാ, എന്റെ ഹൃദയം പോലെ ചിന്തിക്കുന്നവൻ. അതുകൊണ്ടല്ലേ ഡേവിഡ് എത്ര സ്ഥിതി ചെയ്തിട്ടും അവൻ തന്റെ ഗോസ്പൽ, ഡേവിഡിനെ പറയാത്തൊരു ഗോസ്പൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട യേശുവിനെ ഓർക്കുക. യേശുവിന്റെ പേര് പോലും പറയുന്നത് ദാവീദിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത ഏറ്റവും വേഴ്സ്റ്റ് സിന്നർ ആയിരിക്കുന്ന ഡേവിഡിന്. കാരണം എന്താണെന്നറിയാമോ? റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ, അവന്റെ ഇഷ്ടത്തിന് ഓടി വരാൻ. മറ്റ് ഇവൻ സാമുവൽ ആണെങ്കിൽ പോലും ആർക്ക് ഓഫ് ഗോഡ് സാമുവലിന്റെ കാലത്ത് 20 years അഭിനാദാവിന്റെ വീട്ടിൽ അവൻ പോയിട്ട് ഓരോരുത്തർക്ക് ഹൈ പ്ലേസസ് വെച്ച് ആരാധിക്കുക. വൈ ഗാഡ് ഹേറ്റ്സ് ഹൈ പ്ലേസസ്. എന്നിട്ട് സാമുവൽ ശിക്ഷിച്ചില്ല. അതിന് കാരണമുണ്ട്, അമ്മ എന്നാ വലിച്ചെറിഞ്ഞതുകൊണ്ടാ. ഇങ്ങോട്ട് അമ്മമാർ ശ്രദ്ധിച്ചോണം, നിന്റെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുമ്പം കുഞ്ഞുങ്ങൾ ചെയ്തതല്ല ശരിയായതുകൊണ്ടല്ല. ഹൈ പ്ലേസസ് ഇസ്രായേലിന് വലിയ പരാജയമായിരുന്നു. ഗോഡ് ഓൾവേസ്, കാരണം ഹൈ പ്ലേസസിന്റെ ഉറവിടം തന്നെ സമൂഹത്തിന്റെ കാലത്താണ്. കാരണം ഷിലോവിൽ ആരാധന ഉള്ളപ്പോൾ they cannot go and worship anywhere else. ഹൈ പ്ലേസ് ആരംഭിച്ച് ശമൂല. ചില ബൈബിളിൽ നിന്ന് പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ശമൂൽ നല്ലവനായിരുന്നു, പക്ഷെ അവന്റെ മക്കൾ തലതിരിഞ്ഞു പോയി. വായ് ഏലിയുടെ മക്കൾ തലതിരിഞ്ഞു കണ്ടു വളർന്ന
പെട്ടകം, ആരാധന, വർഷിപ്പ്, ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം. ഉടമനകസിയ he forgot about it. റാമിയിൽ അവിടെ ഹൈ പ്ലേസ് ഉണ്ടാക്കി അവൻ ആരാധിച്ചു, വിളിച്ചല്ലോ, യാഗം കഴിച്ചു, പോകുന്നിടത്തല്ല ഹൈ പ്ലേസസ്. നോ, അവൻ സ്വന്തം പെട്ടകം നിന്റെ ഉള്ളില്. ദാവീദ് വന്നപ്പോഴോ first thing is worrying, where is the ark of God? എന്തിനാ ദാവീദ് ചുമ്മാ വിളിച്ചല്ല തന്റെ അടുത്തല്ല. He's thinking about the presence of God. He wants the presence of God in the city. നമ്മളൊക്കെ ദൈവത്തെ വിളിക്കാൻ നോക്കുമ്പോൾ അയ്യോ എന്റെ പാപം, നോ, അവൻ പറയും എന്റെ ദൈവം വേണം, വെളിച്ചത്തിൽ എനിക്ക് വസിക്കണം. അതുകൊണ്ടാ സുവിശേഷത്തിൽ ഇന്നും ഡേവിഡിന് നീ ഫസ്റ്റ് പ്രഖ്യാപിക്കപ്പെടും. നമുക്ക് ഓർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. Who cares? God doesn't even care. അവൻ ഇന്ന് പകൽക്കാലം നീ എഴുതി തെളിന്താവില്ല, പക്ഷെ അവന്റെ ഉള്ളിലെ ദൈവിക സന്നിധിയോടുള്ള ഡിസയർ, ദൈവസന്നിധിയോടുള്ള അവന്റെ വലിയ വാഞ്ച അവൻ ഓർത്തോണം. അതുകൊണ്ട് ഓർത്തോണം, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ അറിഞ്ഞ് അവനെ മഹത്വം കൊടുക്കുവാൻ. David is not making this as a suggestion, saying, I will sing to the Lord. He says this as a decision. He says, I will sing to the Lord as long as I live. ശ്രദ്ധിക്കണം, I may sing, ഞാൻ പാടുമായിരിക്കും എന്നല്ല പറയുന്നത്. എന്റെ ആയുഷ്കാലമൊക്കെ it's a decision, determination. ഇന്ന് മകൾ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്താൽ ആരാധനയ്ക്ക് റൈറ്റ് ടൈമിന് വരാൻ പറ്റും. നിങ്ങൾ ഡിറ്റർമിൻ ചെയ്താൽ ഒറ്റ പ്രാർത്ഥനയും മുടക്കാതെ പോകാൻ കഴിയും. നീ ഡിറ്റർമിൻ ചെയ്താൽ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയും. യു ക്യാൻ പ്രൊക്ലെയിം. അതോടെ ഈ കുഞ്ഞിന്മേലെ അവൻ പ്രിപ്പയർ ചെയ്തോ. ഹോളി സ്പിരിറ്റ് said, I have 100% through. ഇന്ന് പകൽക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ തീ പോലെ വചനം പറയുമ്പോൾ ഇറ്റ്സ് പവർഫുൾ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എനിക്ക് ഡിറ്റർമിനേഷൻ. ദാവീദ് പറയുക, ഐ മേ, കർത്താവിനെ സഹായിച്ചാൽ ഞാൻ പോകാമെന്നല്ല. നോ, ഐ വിൽ. ഞാൻ പാടും. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ കീർത്തനം ചെയ്യും. അത് സമയം അനുകൂലമാണേലും പ്രതികൂലമാണേലും സമയത്തിനനുസരിച്ച് നാടോടുമ്പോ നടുവോടുമെന്നുള്ള വിശ്വാസം എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും ഐ വിൽ ഡു ഇറ്റ്. ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞിൻ കൂടി വചനം വരുമ്പോൾ ഐ വർഷിപ്പ് മൈ ഗാഡ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ആരാധനയ്ക്കായി ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കാം. Worship is not about convenience, it's about convention. When we truly seek God for who He is, worship becomes the only reasonable response. Oh my God, എന്തൊരു കൺവീനിയൻസ് അനുസരിച്ചല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് പകൽ പലപ്പോഴും നമ്മൾ വരുന്ന കൺവീനിയൻസ്, സുഖം തോന്നിയാൽ ഞാൻ പോയി ആരാധിക്കാം, കാലാവസ്ഥ നല്ലതാണ് ഞാൻ പോയി ആരാധിക്കാം, സമയം ഉണ്ടേ പോയി ആരാധിക്കാം. എഴുന്നേൽക്കുമ്പോ നീ കൺവീനിയൻസ് അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയം തീരുകയാണ്. നിന്റെ കൺവീനിയൻസിനല്ല, അത് കൺവിക്ഷനിലായിരിക്കണം നിന്റെ ആരാധന. വാട്ട് എ മെസ്സേജ് ഇറ്റ് ഈസ്. നിനക്ക് ഉറപ്പ് വേണം, തീക്കാത്തു നിന്നെ വിടുവെച്ച് എന്റെ യേശുവിനെ ആരാധിക്കുമെന്ന്. എത്രയോ പേർ കുടുംബജീവിതത്തിൽ ആത്മഹത്യ ചെയ്തു നിരാശകളുടെ മധ്യത്തിൽ. ഈ കഴിഞ്ഞ വർഷം തന്നെ എത്രയോ സ്ത്രീകൾ, പഠിത്തമുള്ള സ്ത്രീകൾ 2 മക്കളുമായി കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. എത്രയോ ആത്മഹത്യകൾ. പഠിപ്പുള്ളവര് ട്രെയിനിന് മുമ്പിൽ കുഞ്ഞുങ്ങളുമായി ചാടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? ജീവിതത്തിലെ നിരാശ, സ്നേഹിക്കാത്ത ഭർത്താവ്, ഒന്നിനും സഹായിക്കാത്ത കുടുംബങ്ങൾ. ഇന്ന് പകൽ ആരാധന ജീവിതം എന്റെ ദൈവം നിന്നെ കാത്തതുകൊണ്ടാ. അതുകൊണ്ട് കൺവീനിയൻസ് അനുസരിച്ചല്ല നീ ദൈവത്തെ ആരാധിക്കുന്നത്, കൺവിക്ഷനോടെ ദൈവത്തെ ആരാധിക്കണം. നീ ആരാധിക്കാൻ വരുമ്പോ കൺവിക്ഷനോടെ വരണം. It's my worship എന്ന് പറയണം. എനിക്ക് ജീവൻ തന്ന എന്റെ പേര്, അനേകരുടെ പേര് വാർത്തയിൽ വന്നതുപോലെ വരുത്താൻ യേശുവിനെ ഞാൻ ആരാധിക്കും, ഈ കർത്താവിനെ ഞാൻ സ്തുതിക്കും. എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ ആലയത്തിലെത്തും. ഞാൻ അവിടെ വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഡിസിഷൻ ആയിരിക്കണം. കൺവീനിയൻസ് അനുസരിച്ചല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് പകൽ പരിശുദ്ധാത്മ തരുമ്പോൾ കൺവീനിയൻസ് അനുസരിച്ച് ആരാധിക്കുന്നവർ തിരുത്താൻ പരിശുദ്ധം പറയുക. നാളെ നിനക്ക് ഈ ഉപദേശം കിട്ടിയെന്ന് വരത്തില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വരത്തില്ല. കാരണം വളർച്ച എന്റെയും നിങ്ങളുടെയും ആവശ്യമായതുകൊണ്ട് ഇന്ന് ദൈവം കർക്കശമായി നമ്മൾ ഇടപെടുക. നിന്റെ വർഷിപ്പ് കൺവീനിയൻസ് ആസ്പദമാക്കിയല്ല, കൺവിക്ഷനെ ആസ്പദമാക്കിയായിരിക്കണം. ഹോളി സ്പിരിറ്റ് ശക്തിയോട് പറയുന്നു. So to conclude, Psalms 104 reminds us that God is great, He's always near us, and He's faithful and He's worthy. So like David started in the chapter, let us say with the full soul that bless the Lord, O my soul, praise the Lord. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദാവീദ് സംഘത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പറയാം, ദൈവം വലിയവനാണ്, അവൻ അത്യുന്നതനാണ്,
അവന്റെ തേജസ് വലുതാണ്, അവന്റെ മഹത്വം വലുതാണ്. അവൻ സകലത്തെയും ഉള്ളതുപോലെ ഉളവാക്കിയവനാണ്. സകല കാലങ്ങളെയും സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് അവൻ സ്വന്തം കൺവീനിയൻസ് അനുസരിച്ചുള്ള കൺവിക്ഷനോടുകൂടി ആരാധിക്കാൻ ആ ദാവീദിനെ പോലെ ഞാൻ ഉള്ളിടത്തോളം, ഞാൻ ജീവനോടിരിക്കുന്ന കാലത്തോളം അവൻ കീർത്തനം ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് പകൽ സമർപ്പിക്കുന്ന വളർച്ചയുടെ ഒരു കാലമാക്കി നമുക്ക് മാറ്റാം. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ സ്വന്തം ചെയ്യുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ സ്വന്തം ചെയ്തായിട്ട് ഹല്ലേലൂയ.